Hi viewers, Pushpanjali Garden is back with another new video. ആദ്യം തന്നെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഒരായിരം നന്ദിയാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ വളരെ അധികം കൂടുതലാണ്. എത്ര നന്ദി പറഞ്ഞാലും ഇതൊക്കെ ചെറുതാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു റെസ്പോൺസ് നിങ്ങളിൽ നിന്ന് കിട്ടിത്തുടങ്ങുമെന്ന് തന്നെ. ഇത്രയും ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ 50-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് നേടിക്കഴിഞ്ഞ് പോരാത്തതിന് നമ്മൾ ഇടുന്ന വീഡിയോസിനെല്ലാം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ബാ. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാന്റിൻ്റെ പേരാണ് മെലസ്റ്റോമ വൈറ്റ്. ഇത് വേറെ പേരിലും അറിയപ്പെടാറുണ്ട്. കദളി, അതിരാണി, കലംപൊട്ടി എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത്. നിങ്ങളുടെ അവിടെ ഇതിന് എന്തുവാ പറയണതെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ സ്റ്റാർ ഷേപ്പ് വെള്ള പൂക്കളായിരിക്കും. പിന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ നല്ല ഡാർക്ക് കളറായിരിക്കും ലീവ്സ്. പിന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് മെലസ്റ്റോമ വയലറ്റ്. ഇതും വെള്ളത്തിനെ പോലെ തന്നെയാണ്, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വേണം, നല്ല രീതിയിൽ സൺലൈറ്റ് വേണം. പിന്നെ നല്ല രീതിയിൽ വളർന്ന് പൂക്കളൊക്കെ കഴിയുമ്പോൾ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ബെസ്റ്റാണ് ഈ പ്ലാന്റ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗോണിയ. ഇതിന് ഒത്തിരി വെയിലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒത്തിരി വെള്ളവും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഇല ഒരു നല്ല തിളക്കമുള്ള ഇലയും നല്ല കൊല പോലെ പൂ പിടിക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പെറ്റോണിയ. നമ്മുടെ നാട്ടിലെ ഗാർഡനുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെയിൽ ആവശ്യമുണ്ട്, നല്ല രീതിയിൽ വെള്ളം ആവശ്യമുണ്ട്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത പ്ലാന്റാണ് നമ്മുടേത് ടെക്കോമ യെല്ലോ, അല്ലെങ്കിൽ സ്വർണ്ണമണി എന്നും യെല്ലോ ബെൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ടു കെയർ പ്ലാന്റാണ്. ഒരു പ്രാവശ്യം വെച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അതിൻ്റെ തന്നെ വേറൊരു കളർ വെറൈറ്റിയാണിത്, ടെക്കോമ ഓറഞ്ച്. പിന്നെ ഇതിൻ്റെ പരിപാലനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ ഒത്തിരി വെള്ളവും കാര്യങ്ങളൊന്നും വേണ്ട. ഡ്രൈ ആകുമ്പോഴൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ പൂക്കളുണ്ടാകും, നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ ടൊറേനിയ. ടൊറേനിയയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി കളർ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ തണലത്തൊക്കെയാണ് പിടിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ പിടിക്കുകയും നല്ല രീതിയിൽ പൂവുണ്ടാക്കുകയും നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈസിലി എല്ലാ നഴ്സറിയിലും ഗാർഡനിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. നിങ്ങൾ തിരക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് വെറൈറ്റിയാണ് ലെന്താന. ലെന്താന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് കളറായിരിക്കും എപ്പോഴും. ഇത് പ്ലാന്റിന് പ്രായം കൂടുന്നതോറും അതിൻ്റെ ആ ഒരു സോളിഡ് കളർ മങ്ങിയൊന്നും പോകത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന പ്ലാന്റ് വെറൈറ്റിയാണ് വിങ്ക. വിങ്കയുടെ ഒത്തിരി കളർ വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പല കളറും പൂത്തിരിപ്പുണ്ട്. അതിൽ തന്നെ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഒരു ക്രീം കളറ്, അങ്ങനത്തെ കുറേ കളേഴ്സ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈസിലി എവിടെയും കൊണ്ട് പിടിപ്പിക്കാം. നല്ല രീതിയിൽ പടരും, നല്ല രീതിയിൽ വലുതാകും, നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഓൾ സീസൺ ഫ്ലവർ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ വേണം, അത്യാവശ്യത്തിന് വെള്ളം വേണം. എന്നാൽ കൂടുതൽ വെള്ളവും കാര്യങ്ങളും വേണമെന്നൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം എബിൽ, സൈനിങ് ഓഫ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.